സത്യത്തിൽ ഈ കല്യാണം കഴിക്കുന്നത് ഇത്തരത്തിലൊരു പാട്ടുകാരനോട് ഇഷ്ടം തോന്നിയിട്ടൊന്നും അല്ലല്ലോ, അറേഞ്ച്ഡ് അല്ലേ? ഫുള്ളി അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അന്ന് വന്നിട്ട് പാട്ടൊക്കെ പാടിയല്ലേ? പാട്ട് നോർമലി ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ആലോചന പ്രപ്പോസൽ വരുന്നത്. 3rd ഇയറിൽ പഠിക്കുന്ന ടൈമില് അപ്പൊ ജസ്റ്റ് വന്നൊക്കെ കണ്ട സമയത്ത് ഇക്കയുടെ പാട്ടുകളൊന്നും അറിഞ്ഞൂടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല വളർന്നത്. അല്ല ഇക്കയുടെ പാട്ട് അറിയത്തില്ലെന്ന് വെച്ചാൽ ഐഡിയ പ്രൊഫൈൽ അറിയാം, പക്ഷെ സിനിമ അങ്ങനെ ഫോളോ ഐഡിയ സ്റ്റാർ സിംഗർ ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്, പാട്ടും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേല് ഇക്കയാണ് തൊട്ടു തൊട്ടു പാടിയത്, അതൊന്നും അറിഞ്ഞു. പക്ഷെ തൊട്ടു തൊട്ടു എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 1st ഇയറോ 2nd ഇയറോ എന്തോ ഈ ഫോണിലൊക്കെ നമ്മൾ കുറേ നേരം റിപ്പീറ്റ് ചെയ്തു. പക്ഷെ അത് ആരാ പാടിയെന്നൊന്നും നമ്മളന്ന് നോക്കത്തില്ലല്ലോ ചെയ്തത്. ഇക്ക പറയുന്ന സമയത്താണ് എനിക്കറിയാവുന്നത് ആ പാട്ട് പാടിയത്. അതിപ്പോഴും പലയിടത്തും പലർക്കുമേ എന്നെ കണ്ടിട്ടാണ്, പാട്ട് കേട്ടിട്ടാണ് ഇത് ഈ പാട്ട് പാടിയതാണെന്നുള്ള ഇത് ചോദിക്കും എല്ലായിടത്ത്. പലർക്കും അറിയില്ല, പലർക്ക് പാട്ട് കേട്ടങ്ങ് പോകാന്നുള്ളതുകൊണ്ട് അത് പാട്ടൊക്കെ എപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതാരാണെന്നുള്ളത് അത് പിന്നെ ചിലത് ഞാൻ പറയുമ്പോഴായിരിക്കും അറിയണത്. പിന്നെ അന്ന് ആ ഒരു ടൈമിലാണ് ഈ സ്മാർട്ട് ഫോൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആ ഒരു ടൈം 2011. അപ്പൊ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഭയങ്കര പാവമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ലല്ല ഞാൻ പാവൊന്നുമല്ല, ശരിക്കും പാവൊന്നുമല്ല. ഇങ്ങനെ സംസാരം എന്തോ സാധിച്ചെടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാവാണ് അങ്ങനൊന്നുമില്ല, പാവൊന്നും അല്ല. വേണ്ടി വന്ന ഒരു പല്ല് പറിക്കും, ജോലി ഉണ്ടല്ലോ. 2 പല്ലില്ല, തീരെ പാവമാണ്. ഇങ്ങനെ ഞാൻ വീണ്ടും 2 ഇങ്ങനെയാണെങ്കിലും വേറൊരു എക്സ്ട്രീം ലെവലുണ്ട്, ഒരു വേറെ മുഖം ഇരിക്കും. അങ്ങനെ ദേഷ്യത്തിന്റെ മുഖമല്ല, കുറച്ചുകൂടെ ഒരു അടിച്ചു പൊളി സെറ്റപ്പാണ് സംസാരമൊക്കെ. ഇല്ല പിന്നെ ഞാൻ ഈ ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ പോലും ആദ്യത്തേക്ക് ഇന്റർവ്യൂ ഇക്കയുടെ കൂടെ ഉള്ള എടുത്ത് നോക്കിയാൽ അറിയാം എന്ത് സംസാരിക്കും. ചിലപ്പം എന്തെങ്കിലും അബദ്ധമൊക്കെ വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പ്രശ്നം അറിയാമോ, മലയാളം സംസാരിക്കാൻ അല്ല മലയാളം അറിയാം, പക്ഷെ പലതും പറയണത് പറയുമ്പോ തന്നെ പേടി. വേറെ ഈ ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലാതൊക്കെ സംസാരിക്കാൻ അങ്ങനെ. അല്ല മലയാളം ഞാൻ പറയും ചിലപ്പം അസ്ഥാനത്ത് കയറിയിട്ട് ബേക്കറി കയറി പദാർത്ഥം കഴിക്കുന്നു, അങ്ങനല്ല കുറച്ചും കൂടി നന്നായിട്ട് പറയാം, അങ്ങനല്ല മാന്യമായി പറയാൻ ശ്രമിക്കുന്നു. അല്ല മലയാളം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ സംസാരിക്കുന്നില്ല മലയാളം അറിയാം. പക്ഷെ ചില വാക്കുകൾ പ്രയോഗിക്കണോ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അറിയാൻ. അത് വളരെ അപരിഷ്കൃതമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് പറയണത് കറക്റ്റ് ആവൂല, പക്ഷെ എനിക്ക് മനസ്സിലാവും അതാണ് ഉദ്ദേശിച്ചെന്നുള്ളത്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കിട്ടും, ഭയങ്കരമായിട്ട് കിട്ടും. നേരത്തെ എന്താ പറഞ്ഞല്ലോ വന്നപ്പോ പറഞ്ഞത് ഇതാണ് അബോധാവസ്ഥ. അത് കോൺഷ്യസ് അത് വീണ്ടും നമ്മൾ അതെ, അത് ശരിക്കും സത്യതാണ്. അൺകോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ അത് അബോധാവസ്ഥയല്ല. ഇനി ശരിക്കുള്ള വാക്ക് കണ്ടുപിടിക്കാൻ പോകേണ്ടി വരും. വിദ്യാസാഗർ സാർ പാട്ട് തൊട്ടു തൊട്ട്. തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിടാമോ നിന്നെ, പൊള്ളാത്ത ആശയപ്പേച്ച് പോതും നീ ആടിറക്കൂത്ത്, കള്ളാനി പേച്ചയമാത്ത് കാതൽ ബടുവാ, തൊട്ട് തൊട്ട് തൊട്ടു നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിടാമോ നിന്നെ. ഇതും ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അഭിരാമി അത് പാടുന്ന സമയത്ത് അഭിരാമിക്ക് 14 വയസ്സേ ആയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര രസമല്ലേ. ഞാൻ ഇപ്പോഴും കേൾക്കുന്ന സമയത്ത് ആലോചിക്കും ശരിക്കും 14 ഉണ്ടായിരുന്നുള്ളൂ. വോയിസ് നല്ല മെച്യൂരിറ്റി. അതെ, ഭയങ്കര രസമുള്ള വോയിസ് ആയിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ആ പാട്ട് ഒരു സ്പെഷ്യലാണ്. കാരണം നമുക്ക് ഒരു മേജർ സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റാന്ന് പറഞ്ഞാൽ ലാൽ ജോസ് സാറിന്റെ പടം. പെട്ടെന്നാണ് സാറ് വിളിക്കുന്നതും വിദ്യാസാഗർ സാറ്
ചെന്നൈയിൽ പോയിട്ടാണ് ഈ പാട്ട് പാടുന്നത്. ഉം. വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. കാരണം പുള്ളിക്ക് നമ്മളെന്നുള്ള എങ്ങനെയാണ് വേറെ പ്രൊഫൈലൊന്നും അറിയില്ല. ഉം. പാട്ട് എന്നെ ഡയറക്റ്റ് സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം കേട്ടിട്ടുണ്ട് ഒരിക്കൽ. അപ്പൊ അങ്ങനെ ഒന്ന് ടെസ്റ്റ് അടിക്കാൻ വിളിച്ചതാണ്. ഞാനും ആ സിനിമ വരുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പാണ് അത് അറിഞ്ഞത്, എന്റെ പാട്ടാണ് സിനിമയിൽ ഉള്ളെന്നുള്ളതും. അത് ഭയങ്കര സന്തോഷം തോന്നി. അതിനുശേഷം ഒരുപാട് നല്ല സിനിമകളെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സും വിളിക്കുകയും നല്ല നല്ല ഭാഗങ്ങളാവുകയും ചെയ്തു. അതൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. അതൊരു നമുക്ക് അതിനു മുമ്പേ പടങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും ഒരു ആസ് എ പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള രീതിക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ ആ പാട്ട് പെട്ടെന്നൊരു വെളിച്ചം. അതെ അതെ അതെ. ഈ സ്റ്റാർ സിംഗർ ശരിക്കും ആ കാലഘട്ടത്തിന്റെ അത്ഭുതമായിരുന്നു. ഇന്നിപ്പോ തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് അതിനകത്തുള്ള അന്നത്തെ ഉള്ളൊരു ഗുമ്മില്ല. പ്രത്യേകിച്ചും ഒരു ഫ്ലാറ്റ് കിട്ടുന്ന നജീബ്, അതായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ നജീബ് എന്ന് പറയുന്നത്. പാട്ടുപാടി ഒരു ഫ്ലാറ്റ് നേടിയ ഒരു മനുഷ്യനാണ്. അന്നത് ആ സമ്മാനം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ എന്തോ ഒരു അതിനു മുമ്പേ ഒരു സൂപ്പർ സ്റ്റാർ ആണ്, സൂപ്പർ സ്റ്റാർ കാറൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത്. അപ്പൊ ഇത് പെട്ടെന്ന് ഇത്രയും വലിയ വീടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അതൊരു മെയിൻ ഒരു ന്യൂസ് വാല്യൂ അതായിരുന്നു അതിന്റെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പം മത്സരത്തിന് ഇപ്പം പങ്കെടുക്കാനാണെങ്കിൽ പോലും 1.5 ലക്ഷം ആൾക്കാർ അതിൽ ഈ ഓഡിഷന് വേണ്ടിയിട്ട് കൊടുത്ത്, അതിൽ നിന്ന് പിന്നെ 20,000 പേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചു. പിന്നെയാണ് അതിൽ നിന്ന് ഒരു 101 പേരെ സെലക്ട് ചെയ്ത് ഓഡിഷൻ പോലെ ഷൂട്ട് ചെയ്ത് പിന്നെ അഗെയിൻ ഒരു 45 പേരെ സെലക്ട് ചെയ്തിട്ടാണ് പിന്നെ ഒരു വർഷം. പിന്നെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഇന്നത്തെ കാലം പോലെ അല്ലല്ലോ. എല്ലാവരുടെയും പെട്ടെന്ന് ഒരു അവരുടെ സ്ട്രെസ്സിനിടയ്ക്ക് വൈകുന്നേരം TV കാണുകയും അങ്ങനെ ആ ഒരു പ്രോഗ്രാം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നതാണ്. പിന്നെ റൗണ്ടുകളാണെങ്കിൽ പോലും വ്യത്യസ്തമാർന്ന റൗണ്ടുകളും. ഇപ്പം ഞാൻ മര്യാദക്ക് ഭയങ്കര ഷൈ ഉള്ള ഒരാളാണ്, വെറുതെ നിന്ന് പാടത്തേ ഉള്ളൂ. മേ ബി ഞാൻ ഒരു നെക്സ്റ്റ് റൗണ്ട് അവരിത് കാണിക്കുമ്പോഴത്തേക്കും ഞാൻ പഞ്ചാബി ആയിട്ട് വരുന്നു. ഫാമിലി റൗണ്ട് ഓരോ പെർഫോമൻസ് കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ കാത്തിരുന്നു. അങ്ങനെയാണ് ആ പരിപാടി ഹിറ്റായത്. ആ ചെറുപ്പക്കാരനാണ് ഫ്ലാറ്റ് കിട്ടിയത്. ആ സമയത്ത് പാടുന്ന സമയത്തൊക്കെ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്ന മോഹം ഉണ്ടായിരുന്നു മനസ്സിൽ. ഫ്ലാറ്റ് മോഹം എന്ന് പറഞ്ഞാല് ഇപ്പം അങ്ങനെ, കാരണം എന്താണ് ഫ്ലാറ്റ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം എന്റെ മനസ്സിൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ഫ്ലാറ്റ് നമുക്ക് കിട്ടും. ആ ഒരു പ്രായം ചെറുതല്ലേ, വീടിന്റെ ഒരു ഇത് നമുക്ക് പിന്നെ അത് ആയി വരണതേ ഉള്ളൂ. പിന്നെ എന്താണ് ആ ഒരു സമ്മാനം വലുതാണെന്ന് അറിയാം. അതുപോലെ ഇതിന് ഓരോ റൗണ്ടും പാടുന്നതിന് മുമ്പേ നമ്മളിപ്പം വീട്ടിൽ പാടുന്ന പോലെ അല്ലല്ലോ. ക്യാമറ ഓൺ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു 50% വരുള്ളൂ. അതിൻ്റെ കൂടെ ടെൻഷൻ കൂടെ കയറി വന്നാൽ ഒട്ടും പാടാൻ പറ്റില്ല. അപ്പം എങ്ങനെയെങ്കിലും റൗണ്ട് നമുക്ക് നന്നായി പാടാൻ പറ്റണേ എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഉമ്മയും വാപ്പയും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിലാണ് ടെൻഷൻ. പിന്നെ അതുപോലെ നന്നായിട്ട് പാടാൻ പറ്റണേ എന്നുള്ളൊരു, അവരും പാടുമായിരുന്നു. വാപ്പയും പാട്ടുകാരാണ്. അപ്പൊ വാപ്പ നന്നായിട്ട് പാടും. വാപ്പ പക്ഷെ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഉമ്മച്ചി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്. ഉമ്മയാണ് ആദ്യത്തെ ഗുരു. അപ്പൊ വീട്ടിൽ ഭയങ്കര പ്രോത്സാഹനം എന്നെ ഇതിലോട്ട് തന്നെ തിരിച്ചു വിടാനും. 2 സഹോദരങ്ങളുണ്ട് എനിക്ക് നേരെ മൂത്തത്. പക്ഷെ അവരൊക്കെ വേറൊരു പ്രൊഫഷനാണ്. എന്നെ ഇതിലോട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് നീ പാട്ട് പാടിക്കുമെന്ന് പറഞ്ഞു. നന്നായി. അതെ, അങ്ങോട്ട് തിരിച്ചു വിടും.